ും ഞാൻ പഴമൊരുക്കിയാണ് ഉണ്ടാക്കുന്നത്. അതായത് നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴമാണ്. ഇപ്പോൾ ഇത് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് കരിപ്പട്ടിയില്ലേ, അതാണിത്. ശർക്കര എന്താ എനിക്ക് കാര്യമായിട്ട് അറിയുന്നത്. ഇത് വന്നിട്ട് നെയ്യ്, തേങ്ങ, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിനാവശ്യമുള്ളത്. ഇനി ശർക്കര ഒരുക്കാൻ വെക്കാം. ഒരു 3/4 ഗ്ലാസ് വെള്ളമോളം നമുക്കതിൽ കുഴച്ചിട്ട്, 3/4 ഗ്ലാസ് വേണ്ട, 1 കിലോ നമുക്കിനിത് ഒരുക്കാം. അവിടെ കിടന്ന് ഉരുകട്ടെ. നമുക്കപ്പത്തിനും ഇത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാട്ടെ. നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് പഴം കൊട്ടാം. നമുക്കത് നന്നായിട്ട് നെയ്യിൽ വണങ്ങി വരണം. നല്ല നെയ്യിൻ്റെ ചൂട് തട്ടിയിട്ട് നല്ല അത് വെന്തുരുകിയ പോലെ ആവണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. മറ്റേ വെള്ളരിക്കതില്ല, അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഞാൻ അരിച്ചിട്ട് വെച്ചതാണ്. ഉരുകി വരട്ടത്. അത് പിന്നെ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവില്ല, വെള്ളത്തിൽ തന്നെ ഉണ്ടാവില്ല. ഏലക്കായ് 2 എടുത്തിട്ട് അതിൻ്റെ സീഡ്സോട് കൂടിയിട്ട് നമുക്ക് സീഡ്സ് പൊടിച്ചിട്ട് അതിൽക്കിടാം. നമുക്ക് തേങ്ങ ഇടാം. നന്നായി ഇളക്കി കൊടുക്കാം. നല്ല മറിച്ച് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് കൂട്ടി വെക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമുക്കിനി 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊരുക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും.